എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരാണല്ലേ. പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും നമ്മൾ പല രീതികൾ തിരഞ്ഞെടുക്കാറുമുണ്ട്. ചിലർ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ രാവിലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ഈ താല്പര്യം എപ്പോഴും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുങ്ങേണ്ട രീതികൾ പല രീതിയുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കുറയാൻ ചില കാരണങ്ങളൊക്കെയുണ്ട്. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊന്ന് നോക്കാം. ചിലരുമായിട്ടുള്ള കൂട്ടുകെട്ട്, അതായത് എപ്പോഴും ദാരിദ്ര്യം പറയുന്ന ആളുകളുണ്ടാവും. എപ്പോഴും അവരുടെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയാനുണ്ടായിരിക്കത്തില്ല ലൈഫിൽ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയുവാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ അലസതയും മടിയുമുള്ള ആളുകൾ. അലസത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒന്നും ചെയ്യാതെ എപ്പോഴും നിഷ്ക്രിയരായിരിക്കുക എന്നുള്ളൊരവസ്ഥ, മടിയന്മാരുടെ അവസ്ഥേനെയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളവർ തമോ ഗുണമുള്ളവൻ എന്ന് പറയും. എപ്പോഴും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ ജീവിക്കുന്ന ആളുകൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജ തരംഗങ്ങളാണ് ഈ അന്തരീക്ഷത്തിലോട്ട് പ്രവഹിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഊർജ്ജ തരംഗങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ അടുത്തിരുന്നാൽ പോലും ആ ഊർജ്ജ തരംഗങ്ങളെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയും നമുക്കും ആ രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ആകെ ഒരു ഡള്ളായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ ശരീരത്തിലും വ്യാപിക്കും. പിന്നെ ദുഃഖിതനും മടിയനുമായിട്ടുള്ള, എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവനും തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഇവയൊക്കെ ഓർത്ത് എപ്പോഴും ദുഃഖിച്ചും സങ്കടപ്പെട്ടും കരഞ്ഞും ഇരിക്കുന്ന ആളുകളും നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജ തരംഗത്തിൻ്റെ കലവറയെന്ന് നമുക്ക് തന്നെ പറയാം. അപ്പോൾ എപ്പോഴും ഇത് രീതിയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെല്ലാം ചെയ്യേണ്ടത് പ്രാർത്ഥനയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ നല്ല ചിന്തകളും നല്ല മാർഗങ്ങളും നമ്മളെ തേടി വരത്തുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നമുക്ക് അനുകൂലമാക്കാനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഇച്ഛാശക്തിക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈശ്വരചിന്ത കൈവിടാതെ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറന്തള്ളിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജ തരംഗത്തെ മാക്സിമം വലിച്ച് നമ്മളിലോട്ട് തന്നെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ശക്തമായ ഒരു പോസിറ്റീവായിട്ടുള്ള ഓറ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചുറ്റും രൂപീകരിക്കപ്പെടും. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ഈ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജ തരംഗം നമ്മുടെ ചുറ്റിനും എപ്പോഴും നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ. ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് ഈ പോസിറ്റീവായിട്ടുള്ള ഓറ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഓറ വലുതാവുന്നതനുസരിച്ച് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു അട്രാക്ഷൻ രീതിയും കൂടും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മിലോട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകളെല്ലാം നമുക്കിങ്ങനെ വലിച്ച് നമ്മളിലോട്ട് തന്നെ അടുപ്പിക്കാനും സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നേടണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. ഏത് തുറക്കാത്ത വാതിലും, ഏത് മുട്ടാത്ത വാതിലും മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ തുറക്കാത്ത വാതിലുകളെല്ലാം നമ്മുടെ മുന്നിൽ മലർന്ന് തുറക്കണമെങ്കിൽ പോലും ഈശ്വര ചിന്ത കൂടിയേ തരൂ ഇന്നത്തെ കലിയുഗത്തിൽ തന്നെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കാനും അനുഭവിക്കാനും എന്നുള്ള രീതിയിലേക്ക് നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. അതായത് എൻ്റെ ദാരിദ്ര്യം മാറ്റണേ, എൻ്റെ കടം മാറ്റണേ, എൻ്റെ ദുഃഖം മാറ്റണേ, ഈ രീതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സുഖമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ സംഭവിക്കണേ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ പോലും
ഈ പ്രപഞ്ചത്തിലോട്ട് പറയേണ്ടത്. നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് അവ നമ്മളിലോട്ട് കൃത്യസമയത്ത് നമ്മളിലോട്ട് എത്തിച്ചേരാനും ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. സോ നമ്മളിപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കടം മാറ്റുന്ന, ദുഃഖം മാറ്റുന്ന, ദുരിതം മാറ്റുന്ന ഈ വക രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ഒരിക്കലും അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കഴിഞ്ഞാൽ ആ സംഭവം തന്നെ നമ്മുടെ ലൈഫിലോട്ട് പിന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അതെപ്പോഴും 3 മണി പ്രാർത്ഥനയിലും രാവിലത്തെയും വൈകിട്ടത്തെയും 3 മണി പ്രാർത്ഥനയിലും മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മളിരിക്കുന്ന സ്ഥലം ഏറ്റവും വൃത്തിയായിട്ടും വെടുപ്പായിട്ടും പോസിറ്റീവായിട്ട് എപ്പോഴും അന്തരീക്ഷത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിന് ചുറ്റും ക്ലീനാക്കി വയ്ക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തന്നത്. പിന്നെ ഈ പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാവരും